ലോകം മുഴുവൻ പശ്ചിമേഷ്യയിലെ യുദ്ധത്തെക്കുറിച്ചും ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധിയെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമാബാദിലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ആ ഭീമൻ വിമാനം എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു. വെറുമൊരു വിമാനമല്ലത്, അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ എയർഫോഴ്സ് 2 ആണത്. US-ഇറാൻ സമാധാന ചർച്ചകൾക്കായി JD വാൻസിനെ വഹിച്ചു പറന്ന ഈ ആകാശ കൊട്ടാരം ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നാണ്. ഇതിനുള്ളിലെ സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും അറിഞ്ഞാൽ ആരും ഒന്ന് അമ്പരന്നു പോവും. ഒരു ചെറിയ യുദ്ധത്തെ പോലും തടയാൻ ശേഷിയുള്ള ഈ വിമാനത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഈ വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സുരക്ഷാ കവചം തന്നെയാണ്. ശത്രുക്കളുടെ മിസൈൽ ആക്രമണങ്ങളെ പോലും ആകാശത്തു വെച്ച് തന്നെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങൾ ഇവയിലുണ്ട്. വിമാനത്തിന് നേരെ വരുന്ന മിസൈലുകളെ വഴിതിരിച്ചു വിടാനും ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവയെ തകർക്കാനും എയർഫോഴ്സ് 2 എളുപ്പത്തിൽ സാധിക്കും. ലോകത്തിന്റെ ഏതു കോണിലായാലും അമേരിക്കൻ പ്രസിഡന്റുമായും സൈനിക മേധാവികളുമായും അതീവ രഹസ്യമായി ബന്ധപ്പെടാൻ കഴിയുന്ന ആശയവിനിമയ സംവിധാനങ്ങൾ ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഇതിനുള്ളിൽ ഇരുന്ന് ലോകത്തെ നിയന്ത്രിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയാവില്ല. സാധാരണയായി ബോയിങ് 757-200 എന്ന മോഡലാണ് വൈസ് പ്രസിഡന്റിന്റെ യാത്രകൾക്കായി C-32 എന്ന പേരിൽ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിലെ ആഡംബരങ്ങൾ ഏതൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെയും വെല്ലുന്നതാണ്. വൈസ് പ്രസിഡന്റിനായി പ്രത്യേക സ്റ്റേറ്റ് റൂം, വിശ്രമമുറി, അത്യാധുനികമായ ഓഫീസ് സംവിധാനങ്ങൾ എന്നിവ ഈ വിമാനത്തിലുണ്ട്. കൂടാതെ കൂടെ യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും സൈനികർക്കുമായി പ്രത്യേക ഇരിപ്പിടങ്ങളും വിപുലമായ ഭക്ഷണ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇസ്ലാമാബാദിലെ 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കിടയിൽ JD വാൻസിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും വിവരങ്ങളും കൈമാറിയത് ഈ വിമാനത്തിലെ ഹൈടെക് കമ്മ്യൂണിക്കേഷൻ സെന്റർ വഴിയാണ്. ഒരു പറക്കുന്ന വൈറ്റ് ഹൌസ് എന്നാണ് എയർഫോഴ്സ് 2 വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ഓരോ ചർച്ചയും ലോക ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചും ഹോർമൂസിലെ മൈൻ പ്രതിസന്ധിയെക്കുറിച്ചും പാകിസ്ഥാൻ മധ്യസ്ഥരുമായി JD വാൻസ് നടത്തിയ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ചത് ഈ ആകാശ കൊട്ടാരമാണ്. സാധാരണ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് സ്വന്തമായി ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിർത്താതെ മണിക്കൂറുകളോളം ആകാശത്ത് തുടരാൻ എയർഫോഴ്സ് 2 സാധിക്കും. ഏത് അടിയന്തര സാഹചര്യത്തിലും വൈസ് പ്രസിഡന്റിനെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നതാണ് ഈ വിമാനത്തിന്റെ പ്രഥമ ദൗത്യം. നയതന്ത്ര ലോകത്തെ ഈ വലിയ ശക്തിയെക്കുറിച്ച് വലിയ കൗതുകമാണ് നിലവിലുള്ളത്. വിമാനത്തിനുള്ളിലെ ഓരോ മുറിയും അതീവ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമേ ആർക്കും പ്രവേശിക്കാൻ കഴിയൂ. ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആക്രമണങ്ങളിൽ നിന്ന് പോലും സംരക്ഷണം നൽകുന്ന വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ട്രംപ് ഭരണകൂടത്തിലെ രണ്ടാമനായ JD വാൻസ് ഇത്രയും അപകടകരമായ ഒരു മേഖലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അമേരിക്കൻ സൈന്യം എയർഫോഴ്സ് 2 സുരക്ഷയിൽ അണുകിട വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പാകിസ്ഥാനിലെ മണ്ണിൽ ഈ വിമാനം ലാൻഡ് ചെയ്ത നിമിഷം മുതൽ അത് അമേരിക്കയുടെ പരമാധികാരത്തിന് അടയാളമായി അവിടെ നിലകൊണ്ടു നിൽക്കുകയാണ്. എയർഫോഴ്സ് 2 വെറും ഒരു യാത്രാ വിമാനമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള നയതന്ത്രത്തിന്റെ ചലിക്കുന്ന പ്രതീകം കൂടിയാണ്. സാങ്കേതിക വിദ്യയും സുരക്ഷയും ഒത്തുചേരുന്ന ഈ അത്ഭുതം ലോകത്തിന് മുന്നിൽ വിസ്മയമായി തന്നെ തുടരുകയുമാണ്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ അവസാനിച്ചെങ്കിലും ഈ ആകാശ കൊട്ടാരത്തിനുള്ളിൽ നടന്ന രഹസ്യങ്ങൾ ലോകത്തിന്റെ ഭാവിയെ ഇങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ആകാശത്തെ ഈ നിഗൂഢ കൊട്ടാരത്തിന് കാവലായി അമേരിക്കൻ നാവികസേനയും വായുസേനയും എപ്പോഴും ജാഗ്രതയിലാണ്.